മഴത്തോരു മുമ്പേ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ല രസകരമായിട്ടുള്ള നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഈ പീഡന കേസിൽ രോഹിത് നിരപരാധിയാണെന്ന് അലീന തെളിയിക്കുകയാണ്. താൻ ഇല്ലെന്ന് പറഞ്ഞിട്ടും ഹരി തന്നെ നിർബന്ധിച്ചു എന്നും അവരവളെ മാനഭംഗപ്പെടുത്തുമ്പോൾ അത് കണ്ടു നിൽക്കാനാവാതെ താൻ അവിടുന്ന് പോയി എന്നെല്ലാം രോഹിത് കോടതിയുടെ മുമ്പിൽ തുറന്നു പറയുന്നുണ്ട്. അതുപോലെ രോഹിത്തിന് പങ്കില്ലെന്ന് ശരണ്യം തുറന്നു പറയുമ്പോൾ രോഹിത്തിനെ കോടതി വെറുതെ വിടും. അങ്ങനെ അലീന ബാലചന്ദ്രന് കൊടുത്തിട്ടുള്ള ആ ഒരു വാക്ക് പാലിച്ചു. എങ്ങനെയെങ്കിലും രോഹിത്തിനെ താൻ പുറത്തു കൊണ്ടുവരും, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അലീന ബാലചന്ദ്രന് അവിടെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം രോഹിത് അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അവന്റെ കണ്ണുകളിൽ അലീനയോടുള്ള സ്നേഹവും കുറ്റബോധവും എല്ലാം ഉണ്ടായിരുന്നു. എന്താ മോനെ, നീ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? നീ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞില്ലേ? അന്നേരം രോഹിത് അലീനയുടെ മുമ്പിൽ കൈ കൂപ്പിയിട്ട് പറയും, മാപ്പ് ചേച്ചി, ചേച്ചി എന്നോട് ക്ഷമിക്കണം. ചേച്ചി പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് നല്ലതിനല്ലെന്ന്. പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല. എനിക്ക് അന്നൊക്കെ ചേച്ചിയോട് വെറുപ്പായിരുന്നു. എന്നാൽ ഞാൻ അറിഞ്ഞില്ല ചേച്ചി എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അപ്പൊ അലീന പറയുന്നുണ്ട്, സാരല്ല മോനെ, നീ വിഷമിക്കാതിരിക്കെ, അതൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയെങ്കിലും നീ ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. ഇനിയും നീ അവന്റെ കണ്ണിൽ വീഴരുത്. ഇല്ല ചേച്ചി, ഞാൻ ഇനി അവനെ വിളിക്കുക പോലുമില്ല. ഇത് ഞാൻ എന്റെ ചേച്ചിക്ക് തരുന്ന വാക്കാണ് എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ രോഹിത് പറയും, സോറി ശരണ്യ, നീ എന്നോട് ക്ഷമിക്കണം. ഞാനും അവന്റെ ഈ വൃത്തികേടിന് കൂട്ടുനിന്നു പോയി. ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവൻ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയതാ. പക്ഷെ അവർക്കൊപ്പം ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ എനിക്കറിയാം രോഹിയേട്ടാ. അതുകൊണ്ടല്ലേ ഞാനിപ്പോ ചേട്ടന് വേണ്ടി സത്യങ്ങൾ പറയാനായിട്ട് ഇവിടെ വരെ വന്നത്. എന്തായാലും ഞാൻ പോവുകയാണ് അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ്യ അവിടുന്ന് അങ്ങ് പോകും. അങ്ങനെ അലീനയും രോഹിത്തും ഗോവർദ്ധനും കൂടി തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് തന്നെ പോവുകയാണ്. അവരവിടെ എത്തുമ്പോൾ ഹാളിൽ കൃഷ്ണമോളും ബബിതയും ഉണ്ടാവും. രോഹിത്തിനാണെങ്കിലും അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. നിറ കണ്ണുകളോടെ രോഹിത്ത് തലയും കുനിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, രോഹിട്ട, ഏട്ടൻ എന്താ ഞങ്ങളെ നോക്കാത്തെ? ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? അന്നേരം രോഹിത്ത് അവർക്ക് മുമ്പിൽ കൈ കൂപ്പിയിട്ട് പറയും, സോറി, ഞാൻ കാരണം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായില്ലേ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ പൊട്ടിക്കരയുമ്പോൾ ബബിത പറയും, അതൊക്കെ കഴിഞ്ഞില്ലേ ഏട്ടാ. രോഹിയേട്ടൻ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും രോഹിയേട്ടനോട് ഞാനൊന്ന് പറയാം. ഹരിയേട്ടനുമായുള്ള കൂട്ടുകെട്ട് അത് നല്ലതിനല്ല. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാണ് ആ വൃത്തികെട്ട ഹരിയേട്ടൻ. ബബിതയുടെ ഈ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, അത് കൊള്ളാലോ, ഇത്രയും കാലം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ബബിതേച്ചിയും ഹരിയേട്ടനും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അലീന ചേച്ചിയെ പുറത്താക്കാൻ പോലും നോക്കിയതല്ലേ. അത് ഇവളെ പുറത്താക്കാനല്ലേ? ഇവളോട് എനിക്ക് ഇപ്പോഴും ദേഷ്യം മാത്രമേ ഉള്ളൂ. ഈ അലീനയെ പുറത്താക്കാൻ ഞാൻ ആരുടെ കൂടെ വേണമെങ്കിലും കൂടും. അത് നീ ചോദ്യം ചെയ്യണ്ട. നീ നിന്റെ പണി പോയി നോക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത അങ്ങ് പോകൂട്ടോ. ബബിതയുടെ ഈ ഒരു സംസാരം, ഹരിയെക്കുറിച്ച് മോശമായ രീതിയിലുള്ള ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ അലീനയ്ക്ക് അവിടെ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇവൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവൻ ബബിതയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാകണം എന്നൊക്കെ അലീന ചിന്തിക്കും. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അലീന രോഹിത്തിനോട് പറയുന്നുണ്ട്, മോനെ, നിന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ ആ ഒരു നിമിഷം നിന്റെ അച്ഛന് മൈനർ അറ്റാക്ക് വന്നു. അച്ഛൻ ഇപ്പൊ മുകളിലത്തെ റൂമിലുണ്ട്. നീ അച്ഛനെ കണ്ട ശേഷം മോൻ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. മോന് കഴിക്കാനുള്ള ഫുഡൊക്കെ ചേച്ചി അങ്ങോട്ടേക്ക് കൊണ്ടുതരാം എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി കൂടെ വരുമോ? എന്റെ കൂടെ അച്ഛന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടി. ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. അന്നേരം അലീന രോഹിത്തിന്റെ കൂടെ പോകും. അങ്ങനെ അലീന ബാലചന്ദ്രന്റെ റൂമിൽ വാതിൽ മുട്ടിയിട്ട് പറയും, അച്ഛാ, ഞാനാണ് അലീന. ആ മോളെ അകത്തേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ അലീന അകത്തേക്ക് പോകും. അച്ഛനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? ആരാ മോളെ? അകത്തേക്ക് വരാൻ പറ. അപ്പൊ അലീന രോഹിത്തിനോട് അകത്തേക്ക് കയറി വരാൻ പറയൂട്ടോ. രോഹിതിനെ കണ്ട് ബാലചന്ദ്രൻ ആകെ ഞെട്ടി നിൽക്കുകയാണ്. രോഹി, നീ ഇവിടെ? അതെ അച്ഛാ, ഞാൻ അച്ഛന് വാക്ക് തന്നതല്ലായിരുന്നോ? രോഹിത് നിരപരാധിയാണെങ്കിൽ അവനെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന്. അവൻ നിരപരാധിയാണച്ഛാ. ആ ഹരിയാണ് എല്ലാത്തിനും കാരണം. അത് കോടതിക്ക് ബോധ്യമായി. പോരാത്തതിന് ആ പെൺകുട്ടിയും വന്നിരുന്നു, ശരണ്യ. അവളെ കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞു രോഹിയേട്ടൻ നിരപരാധിയാണെന്ന്. രോഹിത് അവരോട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല.
അങ്ങനെ അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് നമ്മുടെ രോഹിത്ത് ഓടിപ്പോരുകയായിരുന്നു. അവന് ഒരു പങ്കില്ലെന്ന് ഇപ്പൊ കോടതിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായി അച്ഛാ എന്നൊക്കെ അലീന സന്തോഷത്തോടു കൂടി പറയുമ്പോൾ ബാലചന്ദ്രന്റെ കണ്ണൊക്കെ നിറയും. ഒരു നിമിഷം ബാലചന്ദ്രൻ അലീനക്ക് മുമ്പിൽ കൈ കൂപ്പുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് മോളെ, നീയാണ് ഈ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ നിമിഷവും നീറി നീറി കഴിയുകയായിരുന്നു. എല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അയ്യോ അച്ഛ, അച്ഛൻ എന്റെ മുമ്പിൽ കൈകൂപ്പുകയൊന്നും വേണ്ട. എന്റെ അനിയനെ പുറത്തു കൊണ്ടുവരിക എന്നത് എന്റെ കടമയല്ലേ അച്ഛ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയുടെ തലയിലൊക്കെ തലോടും. അങ്ങനെ രോഹിത്തിനോട് പറയുന്നുണ്ട്, നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയതിനുള്ള ശിക്ഷ നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അന്നേരം രോഹിത്ത് ബാലചന്ദ്രന്റെ മുമ്പിൽ കൈ കൂപ്പിയിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം അച്ഛ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ ആ ഹരിയെ കണ്ണുമടച്ച് വിശ്വസിച്ചു പോയി. പക്ഷേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ എന്നൊക്കെ രോഹിത്ത് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ല മോനെ, എന്തായാലും ഇപ്പോ നിനക്ക് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായില്ലേ. ഇനിയെങ്കിലും ഞാനും അലീനയും പറയുന്നത് കേട്ട് ജീവിക്കണം. നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ ഓരോന്ന് പറയുകയുള്ളൂ. ഇനി ആ ഹരി എന്ന് പറഞ്ഞവനെ ഇങ്ങോട്ട് കയറ്റുകയോ അവനെ വിളിക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഹരിയുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഇവിടം കൊണ്ട് നിർത്തിക്കൊള്ളണം. കേട്ടല്ലോ? ഇല്ലച്ച, ഞാൻ ഇനി അവനെ വിളിക്കില്ല. ഞാൻ എന്റെ അച്ഛന് വാക്കു തരുന്നു. ഇനി എന്റെ ശ്രദ്ധ മൊത്തം പഠിത്തത്തിലായിരിക്കും. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഞാൻ അലീന ചേച്ചിയുമായിട്ട് ഒരു പ്രശ്നത്തിനും വരില്ല. ചേച്ചി കാരണമാണ് ഞാൻ ഇപ്പൊ പുറത്തിറങ്ങിയതും എന്റെ നിരപരാധിത്വം തെളിഞ്ഞതും എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോൻ എന്തായാലും പോയി ഫ്രഷ് ആയി എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തോ. ഇന്ന് എന്തായാലും ഞാൻ വൈകുന്നേരം നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നീ വരുന്നോ? അപ്പൊ രോഹിത് പറയും, അതെ അച്ഛ, ഞാനും വരുന്നു. അച്ഛൻ പോകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നതാണ്. ആ ചേച്ചി, എന്തായി? ആ ദ്രോഹിയെ ജയിലിൽ നിന്ന് ഇറക്കിയോ? എന്താ മോളെ, ദ്രോഹിയോ? അതേ ചേച്ചി, ദ്രോഹി തന്നെ. അവൻ എന്റെ ചേച്ചിയെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ, അതുകൊണ്ട് അവൻ ദ്രോഹിയാണ്. രേവതിക്കുട്ടി, വേണ്ട, അത് എന്റെ അനിയനാണ്. ഓ, അനിയനാണെങ്കിലേ കണക്കായി പോയി. എന്റെ ചേച്ചിയെ ദ്രോഹിച്ചവന്മാരൊക്കെ എനിക്ക് ശത്രുക്കളാണ്. ഇനി അത് ചേച്ചിയുടെ അനിയനായാലും ശരി, ചേച്ചിയുടെ അമ്മയായാലും ശരി. കേട്ടല്ലോ? ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചേച്ചി എന്തായി? ചേച്ചിയുടെ അനിയനെ പുറത്തിറക്കിയോ? അതേടി മോളെ, അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. എന്താ എന്താ ചേച്ചി, ആ ദ്രോഹി നിരപരാധിയാണെന്നോ? അതെങ്ങനെ ശരിയാകും? അതേടി മോളെ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാത്തിനും കാരണം ആ ഹരിയാണെന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ മൊത്തം അലീന രേവതിക്കുട്ടിയുടെ അടുത്ത് തുറന്നു പറയും. അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കുട്ടിയാകെ ഞെട്ടി നിൽക്കും. അപ്പൊ ചേച്ചി, ദ്രോഹി നിരപരാധിയായിരുന്നോ? അതേടി മോളെ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെയുണ്ടല്ലോ മോളെ, അവനിപ്പോ എന്നോട് പഴയ പോലെ ദേഷ്യവും വഴക്കൊന്നുമില്ല. അവനിപ്പോ എന്നെ ചേച്ചി എന്നാണ് വിളിക്കാറ്. എന്നെ ഒരു ചേച്ചിയായിട്ട് ഇനി മുതൽ കാണുകയുള്ളൂ എന്ന് അവൻ എനിക്ക് വാക്ക് തന്നു. ഇതിൽ പരം എനിക്കൊന്നും വേണ്ട മോളെ. ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു എന്നറിയോ? എന്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ എന്നെ ചേച്ചിയായിട്ട് കാണണമെന്ന്. എനിക്കിപ്പോ സന്തോഷമായി മോളെ എന്നൊക്കെ അലീന നിറ കണ്ണുകളോട് കൂടി രേവതിക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് സന്തോഷമുണ്ടെങ്കിലും രേവതിക്കുട്ടി പറയുന്നുണ്ട്, അവനെ കണ്ണു പൊട്ടി വിശ്വസിക്കൊന്നും വേണ്ട, ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അലീന പറയുന്നുണ്ട്, ഇല്ലടി മോളെ, അവൻ ആളാകെ മാറി. അവനിപ്പോ നന്നായിട്ടുണ്ട്. ഇനി അവൻ ആ ഹരിയുടെ വാക്ക് കേട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പുറപ്പെടില്ല. ഇനി അവൻ തെറ്റായ വഴിക്ക് പോകില്ല എന്നും പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുകയുള്ളൂ എന്നൊക്കെ എനിക്കും അച്ഛനും അവൻ വാക്ക് തന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അലീന. അങ്ങനെ അവരവിടെ ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം ഫോണൊക്കെ കട്ടാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ മാറ്റി റെഡിയായി താഴേക്ക് വരുന്നുണ്ട്. അലീന അപ്പൊ ചോദിക്കും, അച്ഛൻ എങ്ങോട്ടാ? ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് മോളെ. അവിടെ ഒരുത്തി കിടക്കുന്നുണ്ടല്ലോ, അവൾ അറിയട്ടെ രോഹിത്തിനെ പുറത്തിറക്കിയത് നീയാണെന്നും അവന്റെ നിരപരാധിത്വം തെളിയിച്ചതൊക്കെ നീയാണെന്ന് അവൾ അറിയട്ടെ മോളെ. അയ്യോ അച്ഛ, അച്ഛൻ ഇനി മേഡവുമായിട്ട് വഴക്കിന് പോകണ്ട. ഇല്ല മോളെ, വഴക്കിനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ വിവരം രോഹിത്തിനെയും കൂട്ടി അവളുടെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് പറഞ്ഞേ പറ്റൂ. മോള് പോയിട്ട് രോഹിത്തിനോട് റെഡി ആയിട്ട് വരാൻ പറ. അന്നേരം അലീന രോഹിത്തിന്റെ അടുത്ത് പറയും, മോനെ, അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അമ്മയെ കാണാനായിട്ട്. മോനോട് തയ്യാറായിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രോഹിത് പറയും, ശരി ചേച്ചി, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് രോഹിത് തയ്യാറായിട്ട് താഴത്തേക്ക് പോകും. അച്ഛാ, എന്നാ നമുക്ക് പോകാം. ആ മോനെ, പോകാം എന്നൊക്കെ പറഞ്ഞ് അവര് പോകാൻ നേരം അലീന ബാലചന്ദ്രനോട് പറയും, അച്ഛാ, ഇനി വൈജ മേഡത്തിന്റെ അടുത്ത് വഴക്കിടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പുച്ഛത്തോടെയുള്ള ചിരിയോട് കൂടി ബാലചന്ദ്രൻ രോഹിത്തിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാൻ. അങ്ങനെ അവര് ഹോസ്പിറ്റലിൽ എത്തി വൈജയെ കാണുന്നുണ്ട്.
രോഹിത്തിനെ കണ്ടതും വൈജ അന്താളിച്ചു നിൽക്കും. രോഹി, നീ ഇവിടെ? നീ എങ്ങനെ പുറത്തിറങ്ങി? അപ്പോ ബാലചന്ദ്രൻ പറയും, പറഞ്ഞു കൊടുക്കടാ എങ്ങനെയാ പുറത്തിറങ്ങിയതെന്ന്, നിന്റെ അമ്മ അറിയട്ടെ. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. ആ ഹരി എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്. പക്ഷെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ നിരപരാധിത്വം ഞാൻ പലപ്പോഴായിട്ട് പോലീസുകാരോട് പറഞ്ഞെങ്കിലും അവരൊന്നും എന്നെ വിശ്വസിച്ചില്ല. എനിക്കും ഹരിക്കും മറ്റുള്ളവർക്ക് കടുത്ത ശിക്ഷ വാങ്ങിത്തരാനായിരുന്നു പോലീസുകാരുടെ പുറപ്പാട്. ഒടുക്കം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അലീന ചേച്ചി വന്ന് എന്റെ നിരപരാധിത്വം തെളിയിച്ചു. അന്നേരം വൈജു ചോദിക്കും, ആര്, അലീന ചേച്ചിയോ? എന്നു മുതലാടാ നിനക്ക് അവൾ അലീന ചേച്ചി ആയത്? നീ പഴയതൊക്കെ മറന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? പഴയത് മറക്കാനായിട്ട് എന്താണുള്ളത്? ചേച്ചി നമ്മുടെ കുടുംബത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ചേച്ചി ഞങ്ങളുടെയും അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങൾ വരെ നല്ലതുപോലെ നോക്കില്ലായിരുന്നോ? അമ്മയല്ലേ അച്ഛനെയും ചേച്ചിയെയും വെച്ച് ഓരോന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ കൂടി അലീന ചേച്ചിക്ക് എതിരാക്കിയത്. ഓ, അപ്പൊ നിന്നെയും അവൾ മയക്കിയെടുത്തു അല്ലേടാ? ഇപ്പൊ ഞാൻ പുറത്ത്, അച്ഛനും മക്കളും പിന്നെ ആ ഉരുമ്പട്ടവളും നിങ്ങളൊക്കെ ഒറ്റക്കെട്ട്. നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ അമ്മയുടെ ഈ ഒരു കിടപ്പിന് കാരണം ആ നാശം പിടിച്ച അലീനയാണ്. അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, ചേച്ചി എന്ത് ചെയ്തെന്നാണ് അമ്മ പറയുന്നത്? ചേച്ചിയാണോ അമ്മയെ വണ്ടി ഇടിച്ച് ഈ അവസ്ഥയിലാക്കിയത്? അല്ലല്ലോ. എല്ലാ കുറ്റവും അമ്മ എന്തിനാണ് ആ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോ ആ ജയിലിൽ കിടന്ന് നരകിച്ചേനെ. ഓ, നീ ഇപ്പൊ ഈ അലീന പുരാണം പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ഒന്ന് ഓർക്കണം രോഹി, അവൾ വന്നതിൽ പിന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നത്. അതുവരെ നമ്മളൊക്കെ എന്ത് സന്തോഷമായിട്ടാണ് ജീവിച്ചത്. അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാണ്. ഇന്ന് ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമായിരുന്നോ? ഞാൻ പിന്നെ ഈ കേസിൽപ്പെട്ട് ജീവിച്ചിരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ വിധി എനിക്ക് അനുകൂലമല്ലായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നത് എന്റെ അലീന ചേച്ചിയാണ്. ഇനി അമ്മ ചേച്ചിയെ കുറ്റം പറഞ്ഞാൽ ഞാൻ അത് കേട്ടു നിൽക്കില്ല. മതിയടാ മതി. എല്ലാവരും ചേർന്ന് ഇനി അലീനയെ അങ്ങ് വളർത്തിക്കോ. ഞാൻ അങ്ങ് പോയി തന്നാ മതിയല്ലോ. നിങ്ങൾക്കൊക്കെ ഇപ്പൊ അവള് മതിയല്ലോ. എന്റെ കുറവ് നിന്റെ അച്ഛൻ നികത്തി കൊടുക്കാൻ ആ പിഴച്ചുകളുണ്ടല്ലോ എന്നൊക്കെ വൈജയന്തി പറഞ്ഞതും ബാലചന്ദ്രൻ അങ്ങ് പൊട്ടിത്തെറിക്കും. നിർത്തടി. നിന്റെ ആ പിഴച്ച നാവ് കൊണ്ട് ഇങ്ങനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ നാവ് ഞാനങ്ങ് പിഴുതെടുക്കും. ഓ, നിങ്ങൾക്ക് അവളെ പറഞ്ഞപ്പോ അത് കൊണ്ടു. അതേടി, എനിക്ക് കൊണ്ടു. എന്റെ മോളെ പറഞ്ഞാൽ എനിക്കത് കൊള്ളു. ഇങ്ങനെയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ നീ എന്നെയും ബബിതയെയും വെച്ച് പറഞ്ഞു നടക്കല്ലടി എന്നൊക്കെ ബാലചന്ദ്രൻ വൈജിയോട് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് നാണമില്ലേ സ്വന്തം മക്കളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എന്റെ മക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞാ ഉണ്ടല്ലോ, ഞാനത് കേട്ടു നിൽക്കില്ല. ഓ, അപ്പൊ നിനക്ക് പൊള്ളിയല്ലേടി? അതുപോലെ തന്നെയാണ് എന്റെ മോളെ പറ്റി പറഞ്ഞ എനിക്ക് പൊള്ളടി. ഇനി മേലാൽ നീ ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ സ്ഥലം സന്ദർഭമൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് നിന്റെ കാരണം ഞാനങ്ങ് പൊട്ടിക്കുമെന്നൊക്കെ ബാലചന്ദ്രൻ പറയാണ്. അപ്പൊ രോഹിത് ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പൊ വൈജി ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും പറയാനില്ലടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് പറയും, അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അമ്മേ. അച്ഛനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതല്ലേ. നീ ഇപ്പൊ ഇങ്ങേരുടെ സൈഡായി അല്ലേടാ? ഞാനൊന്ന് ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കട്ടെടാ, കാണിച്ചു തരാം. ഞാൻ ആ അലീനയെ അവിടുന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ എന്റെ പേര് വൈജയന്തി എന്നല്ല. അച്ഛനും മക്കളൊക്കെ കാത്തിരുന്ന് അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവളെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും എന്നൊക്കെ ശബ്ദമുയർത്തി വൈജ പറയുകയാണ്. ഒടുക്കം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കടി. എന്നെ പറ്റിച്ചതുൾപ്പെടെ പല കണക്കുകളും എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. വാ മോനെ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് രോഹിതിനെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ അവര് പോയതിന് പിന്നാലെ വൈജ ആകെ പൊട്ടിക്കരയും. എന്റെ മക്കളും എന്നെ ഇപ്പൊ കൈ ഒഴിഞ്ഞില്ലേ ഈശ്വര, ഞാനിപ്പോ ഒറ്റക്കായി. എല്ലാത്തിനും കാരണം ആ നാശം പിടിച്ചവളാണ്. അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേൽക്കട്ടെ എന്നൊക്കെ വൈജ തനിയെ പറയും. പിന്നീട് രോഹിത്തും ബാലചന്ദ്രനും വീട്ടിലെത്തുമ്പോൾ അലീന ചോദിക്കും, എന്തായച്ചാ മേഡത്തെ കണ്ടോ? ആ കണ്ടു. മേഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും, അവൾക്കൊരു കുഴപ്പവുമില്ല മോളെ. അവളുടെ നാവ് അതുപോലെ തന്നെയുണ്ട്. അതെന്താ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ ചേച്ചി, അവിടെ എത്തിയപ്പോ അച്ഛനും അമ്മയും വഴക്കായിരുന്നു. അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും, മോൾക്കറിയോ, ആ നാശം പിടിച്ചവൾ എന്നെയും നിന്നെയും വെച്ച് അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞു. ഞാനും അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല. എന്തായാലും മോളെ, അവളൊന്ന് എഴുന്നേൽക്കട്ടെ. എന്നെ ചതിച്ചതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങ് അകത്തേക്ക് പോകും. അപ്പൊ രോഹിത് അലീനയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി, അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അമ്മ എപ്പോഴാ അച്ഛനെ ചതിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അവിടെ ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അത് പിന്നെ മോനെ, അത് എനിക്കറിയില്ല. എന്തേലും ചെറിയ കാര്യമായിരിക്കും.
മോനിപ്പോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, മോൻ പോയിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ രോഹിത് അങ്ങ് റൂമിലോട്ട് പോവുകയാണ്. അതുപോലെ വൈജയുടെയും ബാലചന്ദ്രന്റെയും ഈ ഒരു പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അലീന അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ രോഹിത് ജയിലിൽ നിന്ന് വന്നതിൽ പിന്നെ അലീന എന്ന ചേച്ചിയെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ രോഹിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ മഴത്തോരും മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്